അടുത്ത ലക്ഷ്യം ആണവ നിലയമാണെന്ന് അമേരിക്ക. ഇറാനുമായിട്ടുള്ള ആക്രമണത്തോടനുബന്ധിച്ച് ട്രംപ് ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് തൻ്റെ നിലപാട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇറാനിലെ ആണവ നിലയം തങ്ങളുടെ ലക്ഷ്യമാണെന്നും അതിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് തങ്ങൾ ഇനി ആക്രമണം നടത്തും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അതിന് ഇറാൻ്റെ ഭാഗത്ത് മറുപടി വന്നിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഇസ്രായേലിലെ ആണവ നിലയം തങ്ങളും ലക്ഷ്യമാക്കും എന്നുള്ളത്. അപ്പോൾ അത് ഈ മുൻപത്തെ തന്നെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് മരുഭൂമിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശത്ത് കൃത്യവും വ്യക്തമായ രീതിയിൽ ഒന്നും മനസ്സിലാക്കാത്ത ഏരിയകളിലാണ് ഇസ്രായേൽ ആണവ നിലയം സ്ഥാപിച്ചത്. അത് കൂടുതലും ഈ പറഞ്ഞ പോലെ തന്നെ അണ്ടർഗ്രൗണ്ടിലാണ്. ആദ്യത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേലിന് നേരെ 300ഓളം മിസൈൽ ആക്രമണം നടത്തിയ ഫസ്റ്റ് ഘട്ടത്തിൽ ഏകദേശം 40ലധികം മിസൈലുകൾ ഇസ്രായേലിൻ്റെ പ്രദേശത്ത് പോയി വീണ് പൊട്ടിയിരുന്നു. ഇറാൻ്റെ സൈനികമായിരിക്കുന്ന ശക്തിയും ബലവും തിരിച്ചറിയാത്ത ലോകം മണ്ടത്തരമായിരിക്കുന്ന നിലപാടാണ് അല്ലെങ്കിൽ വിഡ്ഢിത്തമാണ് ഇറാൻ ചെയ്തത്. ശത്രുവിന് നേരെ പ്രയോഗിക്കേണ്ടത് ആളില്ലാത്ത ഒഴിഞ്ഞ മരുഭൂമിയിൽ കൊണ്ടുപോയി മിസൈലിട്ട് തകർക്കുന്നു. വൻ സാമ്പത്തിക നഷ്ടവും കാര്യങ്ങളും ഉണ്ടാകുന്നു. ഇത് ഭാവിയിൽ ഇറാൻ അത് ബാധിക്കും എന്ന തരത്തിലൊക്കെയായിരുന്നു പറഞ്ഞത്. പിന്നീട് ഈ യുദ്ധം കഴിഞ്ഞു. പിന്നീട് മധ്യസ്ഥർ പ്രകാരം വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിച്ച വിവരങ്ങൾക്ക് വരെ 13 ദിവസമായിട്ടാണ് ആ യുദ്ധം നീണ്ടു നിന്നത്. അപ്പോൾ അതിനുശേഷം ഒരു രഹസ്യ അന്വേഷണ റിപ്പോർട്ട് അമേരിക്കയ്ക്ക് ലഭിച്ചു. അത് ലഭിച്ചു എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ് എന്നും പറയുന്നു. അതല്ലാതെ അമേരിക്കയുടെ അന്വേഷണ റിപ്പോർട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്ക് നൽകിയ ശേഷം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപുമായിട്ട് സംസാരിച്ച ശേഷമാണ് ഈ കാര്യം പറഞ്ഞത് എന്നും പറയുന്നു. ഏതായാലും വിഷയം ഇങ്ങനെയാണ്: അവർ തിരയുകയായിരുന്നു, അവർ അന്വേഷിക്കുകയായിരുന്നു തങ്ങളുടെ ന്യൂക്ലിയർ റിയാക്ടർ പ്രവർത്തിക്കുന്ന പ്രദേശം എവിടെ എന്നുള്ളത്. അതുകൊണ്ടാണ് പ്രദേശത്തിൽ ആളൊഴിഞ്ഞ ഏരിയകളിൽ നിരന്തരം അവർ മിസൈൽ പായിച്ചത്. അതിനെ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. കൃത്യമായ രീതിയിൽ ലക്ഷ്യത്തിൽ പതിക്കാൻ വേണ്ടി ഒരു മിസൈൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പൊട്ടിത്തെറിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിശക്തമായിരിക്കുന്ന മിസൈലാണ് ഈ മേഖലയിലേക്ക് വന്നത് എന്ന റിപ്പോർട്ടും അതിൻ്റെ കൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിൽ ഇതിനെ പറയുന്നുണ്ട്. ഒന്ന്, ഇസ്രായേലിൻ്റെ അകത്തുള്ള ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ടത് ഏറെക്കുറെ സുരക്ഷിതമാണ്. മാത്രമല്ല ഈ മേഖല തകർക്കാൻ മാത്രം സൈനിക വരയ്ക്കുന്ന ബലവും ശക്തിയുള്ള രാജ്യം ലോകത്തില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളൊന്നായിരിക്കുന്ന റഷ്യയോ തൊട്ടടുത്ത് ചൈനയോ ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കില്ല. അത് യുദ്ധത്തിൻ്റെ രീതിക്ക് തന്നെ വലിയ മാറ്റം വരും. അതോടൊപ്പം തന്നെ അമേരിക്ക ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്നുള്ളതും കൃത്യമാണ്. പിന്നീട് ഏതെങ്കിലും മുസ്ലിം രാജ്യങ്ങൾ ആക്രമിക്കാൻ വേണ്ടി സൈനികമായിരിക്കുന്ന ശക്തിയും ബലവും ഉള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇറാന് സംരക്ഷണ ഭിത്തി ഒരുക്കിയ പോലെ ഇസ്രായേൽ അവരുടെ ആണവ റിയാക്ടറുമായിട്ട് ബന്ധപ്പെട്ട് സംരക്ഷണ ഭിത്തി ഒരുക്കിയിട്ടില്ല എന്ന് ചുരുക്കം. അങ്ങനെയാണ് അതിൻ്റെ റൂട്ട് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ബങ്കർ ബസ്റ്റർ ബോംബ് പ്രയോഗിച്ചുകൊണ്ടാണ് ബുഷർ ആണവ നിലയം തകർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ശ്രമിച്ചത്. ബിൽഡിങ്ങുകൾ തകർന്നു എന്നല്ലാതെ 6 കിലോമീറ്ററെങ്കിലും ഭൂമി തുരന്നുകൊണ്ട് അടിഭാഗത്ത് പോയി പൊട്ടിത്തെറിക്കാൻ ശക്തിയുള്ള ബങ്കർ ബസ്റ്റർ ബോംബ് യഥാർത്ഥത്തിൽ പൊട്ടാൻ പോലും സാധിക്കാത്ത വിധമായി പോയി എന്നാണ് പറയുന്നത്. ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിലും ഒന്നും നടന്നിട്ടില്ല. അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ അത്ഭുതങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചും കൃത്യതയില്ല. സമാധാനത്തിലേക്ക് അതോടനുബന്ധിച്ച് പിന്നെ മറ്റൊന്ന് പറയുന്നത്, തബ്രീസിലും ബുഷറിലുമുള്ള ആണവ നിലയത്തെ തകർക്കുക എന്നുള്ളത് തങ്ങൾ നോമ്പനുഷ്ഠിച്ച പോലെ കരാർ ഏറ്റെടുത്തതാണ്. തങ്ങൾ അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇന്നത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം, ബുഷർ ആണവ നിലയത്തിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലും തബ്രീസിൻ്റെ ചില നഗരപ്രദേശങ്ങളിലും തെഹ്റാൻ്റെ ചില ഭാഗങ്ങളിലും അമേരിക്ക ബോംബ് സ്ഫോടനം നടത്തിയിട്ടുണ്ട്. തിരിച്ചടി ജോർദാൻ്റെ തലസ്ഥാന നഗരി കേന്ദ്രീകരിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ വന്നു. പിന്നീട് ബഹ്റൈനും കുവൈത്തും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ സൈനിക ബേസിന് നേരെയും നടന്നു.
അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതോടൊപ്പം പിന്നെ ഇപ്പോൾ ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം, സമാധാന ശ്രമത്തിന് തങ്ങൾ തയ്യാറാണ്. അമേരിക്ക തയ്യാറാണ്. അമേരിക്കയ്ക്ക് അങ്ങനെ എതിർപ്പ് വാശികളൊന്നുമില്ല. പക്ഷേ അതിന് തയ്യാറാകാത്തത് ഇറാനാണ്. അപ്പോൾ പത്രക്കാരിൽപ്പെട്ട ഒരാൾ ചോദിച്ചു, തയ്യാറാകുന്നില്ലെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്താണ് എന്നുള്ളത്. അതിന് ട്രംപ് മറുപടി പറഞ്ഞതുമില്ല. കാരണം ഉണ്ടാവാം, പക്ഷെ ഉണ്ടാവാതിരിക്കും, ഞങ്ങൾക്കത് നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ തരത്തിൽ അവസ്ഥാ സാഹചര്യങ്ങൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കോ സാധിക്കുന്നില്ല, ഇറാനും സാധിക്കുന്നില്ല, മധ്യസ്ഥവും സാധിക്കുന്നില്ല. ഇപ്പോൾ ഇറാൻ ഈ കാര്യത്തിൽ എന്തുകൊണ്ട് ഇത്ര വാശി പിടിക്കുന്നു എന്നതിനെക്കുറിച്ചിട്ടുള്ള അൽ അംബ വത്തൻ എന്ന് പറയുന്ന കുവൈറ്റ് പത്രം, അഹ്റാം എന്ന് പറയുന്ന ഈ സുഡാൻ്റെ പത്രം ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അവർ അതിനെക്കുറിച്ച് പറയുന്നു. ഈ ഓർമുസ് കടൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമില്ല. അത് വിട്ടുകൊടുത്താലും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക അഭിവൃദ്ധികളൊന്നും ഹോർമുസ് എന്ന് പറയുന്ന കടൽ കാരണം ഇറാൻ ഉണ്ടായിട്ടില്ല, ഇപ്പോൾ ഒഴിച്ച് മുൻപൊന്നും. അന്താരാഷ്ട്ര പാതയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പാത UN അംഗീകരിച്ചത്. ഈ അക്രമം നടത്തിയെന്ന് പറഞ്ഞാൽ 2026 ഈ വർഷത്തിൽ ഫെബ്രുവരി 28 ശേഷമാണ് ഈ അക്രമമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നതും ഹോർമുസിനെ ഒരു യുദ്ധമേഖലയാക്കി മാറ്റുന്നത് വലിയ ഉചിതമുണ്ടാകും എന്ന് ഇറാൻ്റെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി ചെയ്തത്. നമ്മൾക്ക് ആണവായുധത്തിൻ്റെ ഒരു ഗുണമാണ് ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക. അത്രയ്ക്ക് വലിയ രീതിയിലുള്ള ഗുണം ചെയ്യുമെന്നവർ പറഞ്ഞു വെക്കുന്നു. അങ്ങനെയാണ് അവരത് ഉപയോഗപ്പെടുത്തുന്നത്. അതല്ലാതെ ഹോർമുസ് എന്ന് പറയുന്ന കടലുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക അഭിവൃദ്ധി ഒരു കാലത്തും ഇറാൻ ഉണ്ടായിട്ടില്ല. ഇനി മുന്നോട്ടൊരു പക്ഷേ ഉണ്ടാക്കാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഹോർമുസിനെ ബ്ലോക്ക് ചെയ്തതോട് കൂടിയിട്ടാണ് പ്രതിസന്ധി മറ്റൊരു തലത്തിലേക്ക് തിരിഞ്ഞു. നമ്മൾ പോലും അത് അനുഭവിച്ചു. പെട്രോൾ അടിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ചോദിക്കണം അവരോട് ഇന്നത്തെ വില എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഓരോ ദിവസം കൂടുന്നത് നമ്മൾ അറിയാതെ പോകുന്നു. ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ, ക്രൂഡ് ഓയിലിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ലോക വിപണിയിൽ നിന്ന് വില കുറക്കാറില്ല. ക്രൂഡ് ഓയിലിൻ്റെ വില കൂട്ടിയാലോ വില കൂട്ടാറുണ്ട്. അപ്പോൾ പെട്രോളിയത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് അതിന് മാത്രമാണ് വില കൂടുക? അല്ല, അതോടനുബന്ധിച്ച് എല്ലാ വസ്തുക്കൾക്കും ഭീമമായ തരത്തിൽ വില കൂടും. അങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം തന്നെ നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ പ്രശ്ന വിഷയങ്ങൾ, അത് ആണവ നിലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്രമണം എന്ന് പറയുന്നത്, അത് ഇറാന് നേരെ അമേരിക്ക നടത്തിയാൽ തിരിച്ചടി ഇസ്രായേലിലേക്കുണ്ടാകും എന്നാണ് പറഞ്ഞു വെക്കുന്നതിൻ്റെ പൊരുൾ. കാര്യം ഞങ്ങൾ കുറച്ചും കൂടി ഡെവലപ്പായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി അറിവുകൾ നേടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ശത്രു വിഭാഗത്തിനെ തങ്ങൾ പ്രഹരിക്കും എന്ന് തന്നെ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ ആ തരത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇല്ലെങ്കിൽ അത് സൈനികപരമായ രീതിയിൽ ക്ഷയിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സ്വാധീനം കുറയും. കാര്യം മിഡിൽ ഈസ്റ്റ് പിടിച്ചു നിൽക്കുന്നത് ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അവിടെ ഉണ്ട് എന്നതിനാൽ മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഈ മേഖലയിലുള്ള നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായാലോ അവിടേക്ക് റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും ഇടിച്ചു കയറി. ഇപ്പം തന്നെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും പല പൗരന്മാരുടെയും സഹായത്തോട് കൂടിയിട്ട് അവർ പുതിയ സംവിധാനങ്ങൾ ഈ മേഖലയിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്, ഏതെങ്കിലും തരത്തിലൊരു അക്രമം ഉണ്ടായിട്ട് അതിനെ നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യങ്ങളൊന്നും ഒരിക്കലും ഇറാൻ വരുത്തുകയില്ല. അത് അമേരിക്കയ്ക്ക് അറിയുകയും ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് പേടിയുള്ളത്. മാത്രമല്ല, ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയാൽ പിന്നീട് അത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഒരു സംഘർഷ സ്ഥിതിയിലേക്ക് പോലും മാറാൻ സാധ്യതയുണ്ട്. ഇപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ നിലപാടിനോടും അമേരിക്കയുടെ പ്രസിഡന്റിന് യോജിപ്പൊന്നുമില്ല. മാത്രമല്ല, എതിർപ്പുണ്ട് താനും. ഈ എതിർപ്പ് പ്രകടമാക്കിയതും നമ്മൾ കണ്ടതാണ്. ഈ തരത്തിലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ കീഴടക്കിക്കൊണ്ട് പുതിയ ഭരണ സംവിധാനം ഉണ്ടാക്കി അത് ലോകോത്തര നിലവാരമുള്ള രാജ്യമാക്കി മാറ്റണം എന്നുള്ള അമേരിക്കയുടെ അഭിപ്രായങ്ങളൊക്കെ വെറും വിടുവായുത്തങ്ങളാണ്. ഏതെങ്കിലും തരത്തിലൊരു ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനുള്ള ഒരു ആശയമോ നിലപാടോ നിലവിൽ ട്രംപിൻ്റെ കൈവശത്തിൽ ഇല്ല എന്നുള്ളത് ഇത്രയും ദിവസത്തെ യുദ്ധത്തിൽ നിന്ന് ലോകത്തിന് ബോധ്യമായതാണ് എന്ന് ചുരുക്കം.